അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫർഹബി തന്നെ ഭർത്താവിനെ വിട്ട് ജീവിക്കൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതെ, തൻ്റെ ഭർത്താവ് മറ്റവരുടെ കൂടെ സുഖമായി ജീവിക്കുകയായിരിക്കും. അതായിരുന്നു ഫർഹബിയുടെ ചിന്തകൾ. തൻ്റെ പൊന്നുമോനെ എടുത്തുകൊണ്ട് ഒരുപാട് അവൾ ചുംബിച്ചു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, അതെ, പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരിക്കലുമല്ല. താനും തൻ്റെ കുഞ്ഞും ആ പാതിരാത്രിയിൽ ഇറങ്ങി വന്നിട്ട് പോലും തന്നെ ഒന്ന് തിരയുവാനോ അല്ലെങ്കിൽ തന്നെക്കുറിച്ച് അന്വേഷിക്കുവാനോ അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവളുടെ കൂടെ സുഖവാസവുമായിരിക്കും. ആയിക്കോട്ടെ, ശരിക്കും ഫർഹബി കണ്ണീർ വാർക്കുകയായിരുന്നു. പാവം, ഈ ഉമ്മയുണ്ടായത് കൊണ്ടതല്ലേ ഞാനിവിടെ ഇങ്ങനെ സുഖമായി ജീവിക്കുന്നത്. പാവം, ഒരുപാട് ഞാൻ കഷ്ടപ്പെടുത്തിയിരുന്നു ഉമ്മയെയും പെങ്ങന്മാരെയൊക്കെ. ഇപ്പോഴിതാ എനിക്ക് ആശ്രയത്തിനായി അവർ തന്നെയാണ് എത്തിയിരിക്കുന്നത്. തൻ്റെ ഭർത്താവിനെക്കുറിച്ച് അവൾ ഓരോന്ന് ചിന്തിച്ചു. ഹോ, എത്ര സ്നേഹമായിരുന്നു എന്നോട്, ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നും സ്നേഹത്തോടെ എന്നോട് പെരുമാറിയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് എല്ലാം മനസ്സിലായി. അതെ, ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം. കാരണം തൻ്റെ മുൻപിലേക്കാണ്, അതും തന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചു. അവൾ നിക്കാഹ് കഴിച്ചോളി, നിങ്ങൾ പുതിയാപ്പിള ഇറങ്ങിക്കോളി എന്നുള്ള കാര്യം എന്നെക്കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം പുറപ്പെട്ടത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എന്തൊക്കെ തന്നെയാലും പാവം ഈ ഉമ്മയാണ് എന്നെ സ്വീകരിച്ചത്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഉമ്മ വിളിച്ചു. മോളെ ഫർഹബി, മോളെ. ഉമ്മ, എന്തടി ആലോചിക്കണത്? ഉമ്മ, ഞാൻ ചെയ്ത തെറ്റുകൾ ആലോചിച്ചതാണ്. അതൊന്നും സാരമില്ല, ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല പഴയതൊന്നും ആലോചിക്കണ്ട, പുതിയ ജീവിതം എങ്ങനെ നന്നാക്കാമെന്നാണ് ചിന്തിക്കേണ്ടത്, അല്ലാതെ പഴയതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഉമ്മ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. പൊന്നുമോളെ, അതിനെക്കുറിച്ച് ഞാൻ പറയണ്ട. ഇനി നിങ്ങളെ ജീവിതം നല്ലതാക്കാൻ നോക്കുക. ഫിറോസ് മടങ്ങി വരാതിരിക്കൂല. ഈ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. വേണ്ടുമ്മ, അങ്ങനൊരു ഭർത്താവിന് എനിക്കിനി ആവശ്യമില്ല. അവളുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? തെറ്റുകളൊക്കെ മനസ്സിലാക്കി തിരിച്ചു വരും. ഇപ്പം നീ തിരിച്ചു വന്നില്ല മോളെ. ഉമ്മ, അതുപോലെയൊന്നല്ലല്ലോ. അവർക്ക് സുഖവാസമല്ലേ അവിടെ. സുഖവാസമായാലും എന്തൊക്കെ തന്നെയായാലും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകുമ്പോൾ തിരിച്ചു വന്നോളും. എന്നും രണ്ടാം ഭാര്യൻ്റെ കൂടെ ഞാൻ നിൽക്കൊന്നുമില്ല. നീ വിഷമിക്കല്ലേ ഉമ്മ. ഇനി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതം എനിക്ക് വേണ്ട. മോളെ, നിനക്കൊരു കുഞ്ഞുള്ളതാണ്. ആ കുഞ്ഞിനെ വിചാരിച്ചിട്ടെങ്കിലും നീ അങ്ങനെ തീരുമാനം എടുക്കരുത്. ഉമ്മ, വേണ്ടമ്മ, ഒരിക്കലും. എനിക്ക് പോകാൻ ഒരിടമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാലും നിങ്ങൾ സ്വീകരിക്കുന്നുള്ള കാര്യം എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ നിങ്ങളെല്ലാവരും ഞങ്ങളെ സ്വീകരിക്കുന്നുണ്ടല്ലോ. ഞാനും എൻ്റെ കുഞ്ഞും അനാഥമായി നടക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരിടം, സേഫ്റ്റി എന്ന് തോന്നിയ ഒരിടം, അത് ഉമ്മയുടെ വീട് മാത്രമാണ്. ഉമ്മ, എനിക്കൊരിക്കലും ഇനി ഫിറോസ്ക്ക് വേണ്ട. മോളെ, നീ ക്ഷമിക്ക്. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു. നീ കേട്ടിട്ടില്ലേ? നമ്മുടെ മുഹ്സിയുടെ സ്ഥിതി നിനക്കറിയില്ലേ? എത്രമാത്രം വിഷമിച്ചതാണ്. ഇപ്പം അൽഹംദുലില്ലാ ഭർത്താവിൻ്റെ കൂടെ സുഖമായി ജീവിക്കുന്നു. അങ്ങ് അറേബ്യയിൽ ഒരുപാട് എൻ്റെ കുട്ടി കഷ്ടപ്പെട്ടതാണ്. ഓളെ ഉമ്മ, അതെ, ആ വേലക്കാരത്തിയായിട്ടാണ് എൻ്റെ കുട്ടിയെ കണ്ടത്. എപ്പോഴും എൻ്റെ കുട്ടിക്ക് ഉപദ്രവമായിരുന്നു, എപ്പോഴും. ഇപ്പോൾ കണ്ടില്ലേ, ക്ഷമിച്ചപ്പോൾ എൻ്റെ കുട്ടി നല്ല നിലയിലെത്തിയത്. അതുപോലെ മോളും നല്ല രീതിയിൽ എത്തും. ഉമ്മയുടെ ഈ ഒരു ഉപദേശം കേട്ട് ശരിക്കും ഫർഹബി കണ്ണീർ വാർത്തു. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം എൻ്റെ അടുക്കിലേക്ക് വരില്ല. അതെ, അവളുടെ കൂടെ തന്നെ ആയിരിക്കും ജീവിതം. എന്നാൽ ഇപ്പോൾ ഫിറോസിൻ്റെ ജീവിതം ഏറെ നരകതുല്യമാണ് എന്ന് തന്നെ പറയാം. കാരണം ശരിക്കും അവനൊരു ഭാര്യയുടെ അടിമയായി മാറിയിരിക്കുന്നു എന്നാണ് പറയുവാനുള്ളത്. കാരണം അയാൾ ഭാര്യ പറയുന്നതനുസരിച്ച് മാത്രം നിൽക്കുന്ന ഒരാൾ, അല്ലാതെ മറ്റൊന്നുമല്ല. ശരിക്കും അവനെ പഠിപ്പിക്കുന്നുണ്ട് ഷെഹർബാൻ. അവളുടെ ഫ്രണ്ട്സുകൾ, അവളുടെ ബോയ് ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സ്, അങ്ങനെ വന്ന് അവർ ചിരിയും കളിയും തമാശയുമായി അവിടെ ജീവിക്കുന്നു. സത്യം പറഞ്ഞാൽ ഫിറോസിനെ അവരെല്ലാവരും കളിയാക്കും. ഇത് നിൻ്റെ വേലക്കാരനാണോടി? അവൾ പറയും, വേലക്കാരനൊന്നും അല്ല, കെട്ടിയവൻ തന്നെയാണ്. പക്ഷേ ഇപ്പം വേലക്കാരൻ്റെ റോളിൽ അഭിനയിക്കുന്നു. അത് കേൾക്കുമ്പോൾ അവരെല്ലാവരും കൂട്ടച്ചിരിയായിരിക്കും. എന്നാൽ ഇതൊന്നും ഫിറോസിന് സഹിച്ചില്ല. അത്
ഞാൻ ശരിക്കും ഒരു മണ്ടനായി പോയി എന്ന് തന്നെ അവൻ വിചാരിച്ചു. അവളുടെ മുമ്പിൽ തനിക്ക് ഒന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതി. അതെ, എന്തൊക്കെയോ ഒരു ദേഷ്യം, പക എന്നോട് തീർക്കുന്ന പോലെ. സത്യം പറഞ്ഞാൽ ഇവളുടെ അടിമയായി നിൽക്കുന്ന ജീവിതം മടുത്തു എന്ന് തന്നെ പറയാം. അതെ, അവളെ സ്നേഹം കൊണ്ട്, ഇഷ്ടം കൊണ്ട്, സൗന്ദര്യം കൊണ്ട് ഞാൻ അവളെ കീഴ്പ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അവളുടെ കാൽച്ചുവട്ടിലാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു നിമിഷം അവനോർത്തു, എൻ്റെ ഉമ്മ, എൻ്റെ ഫർഹബി, എൻ്റെ പെങ്ങന്മാർ, അവരുടെ കൂടെയുള്ള സമാധാന ജീവിതം അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ പക്ഷേ ഇവിടം വിട്ടു പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ആ സ്വർണം അത് അവളെടുത്ത് മുഴുവനായി നശിപ്പിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. ഇവളെ നൈസായിട്ട് ഒഴിവാക്കണം, അതുതന്നെയാണ് ലക്ഷ്യം. അവൾ പരമാവധി പറയും തൻ്റെ ഭർത്താവിനോട്, അതല്ല നിങ്ങളെന്താ നിങ്ങളുടെ ഉമ്മയുടെ ഫാമിലിയിലേക്കൊന്നും പോകാത്തത്? ഇവിടെ മാത്രം ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് എന്ത് കാര്യമാണ്? അതെ ഷെഹർബാൻ, നീ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകണോ വരണോ അതൊന്നും ഒരിക്കൽ പോലും നീ അത് ആവർത്തിക്കുന്നതും എനിക്കിഷ്ടമല്ല. ഓ പിന്നെ നിങ്ങളങ്ങോട്ട് ഇരു കൈകളും നീട്ടി ഇവർ സ്വീകരിക്കാണല്ലോ. വീട്ടിൽ നിന്ന് എല്ലാവരും കാട്ടി പുറത്താക്കിയിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. അവൾ അഹങ്കാരത്തോടെയാണ് അത് പറഞ്ഞത്. അതെ, ഇവിടെ നിൽക്കുക എൻ്റെ കീഴിൽ എന്താ നടക്കുമോ? നടക്കൂലേ? സത്യം പറഞ്ഞാൽ ഫിറോസിന് അവളെ കഴുത്ത് നിരിച്ച് ഒന്ന് കൊല്ലാനാണ് തോന്നിയത്. അത്രക്കും ദേഷ്യം ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈകൾ വിറക്കുന്നുണ്ട്. മുഖമടക്കി ഒന്ന് കൊടുത്താലോ എന്ന് വിചാരിക്കാനിട്ടല്ല, പക്ഷേ എല്ലാം ഉള്ളിലൊതുക്കുകയാണ്. കാരണം തൻ്റെ ജീവിതം ഒന്ന് തന്നെ അങ്ങനെ മാറി. ഇനിയിപ്പോൾ അത് എന്തായാലും ഇവിടെ നിന്ന് ഇവളെ രക്ഷപ്പെടുത്തുക തന്നെ വേണം, അല്ലാതെ ഒരു വഴിയില്ല. മിക്കവാറും കയ്യിൽ നിന്ന് പോകുന്ന മട്ട് തന്നെയാണ്. അറബിയുമ്മ എൻ്റെ പെങ്ങൾക്ക് വേണ്ടി നൽകിയതായിരുന്നു ഈ ഒരു വീടും സ്ഥലവും എല്ലാം. എന്നാൽ ഇത് ഓർമ്മയില്ലായിട്ടല്ല, അഹങ്കാരം കൊണ്ട് പറഞ്ഞില്ല. എൻ്റെ ഭാര്യയുടെയും പേരിലാക്കണമെന്നുള്ള ആ ഒരു ധൃതിയായിരുന്നു എല്ലാവരെയും ഇറക്കി പറഞ്ഞയച്ചതിൻ്റെ മുഖ്യ കാരണവും. എന്നാൽ എനിക്ക് തിരിച്ചു പണി കിട്ടും എന്നുള്ള കാര്യം ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല. അതെ, ഞാൻ തികച്ചും തോറ്റുപോയിരിക്കുന്നു ഒരു പെണ്ണിൻ്റെ മുമ്പിൽ. അന്നെനിക്ക് അത്യാവശ്യം അഹങ്കാരമുണ്ടായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ പടച്ചോൻ തന്നെയാണ് അത് നുള്ളിക്കളഞ്ഞത്. റബ്ബേ, സത്യം പറഞ്ഞാൽ ഫിറോസിന് നല്ല കുറ്റബോധം വന്നു തുടങ്ങുന്നുണ്ട് എന്ന് തന്നെ പറയാം. എങ്ങനെയെങ്കിലും ഉമ്മയുടെ അരികിലെത്തണം. പക്ഷേ എങ്ങനെ? ഉമ്മ എന്നെ ആട്ടിവിടും. ഉമ്മയെ ഞാൻ തള്ളിയിട്ട മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അല്ലാതെ ഇവളുടെ കൂടെ ജീവിക്കാൻ ഒരിക്കലും എനിക്കാവില്ല. അവളെല്ലാം കയ്യേറി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. എങ്ങനെയെങ്കിലും ഫിറോസിന് ഉമ്മയോട് മാപ്പ് പറഞ്ഞ് തിരിച്ചു പോകണം എന്നുള്ള ചിന്ത മാത്രമായി. എന്നാൽ ഷെഹർബാനോട് ഈ ഒരു കാര്യം പറയുന്നു. ഷെഹർബാൻ, ഞാൻ നിന്നെ ഇവിടെ ഭരിക്കുവാനൊന്ന് കൊണ്ടുവന്നതല്ല. ഒരു ഭാര്യയായി നിൽക്കുവാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ മാത്രമേ നിന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ. അല്ലാതെ അതിൽ ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളെന്നെ ഭാര്യയാക്കി നടക്കണമെന്നോ കൊണ്ടുവരണമെന്നോ അങ്ങനെ ഞാൻ പറഞ്ഞോ? ഒരിക്കലും ഇല്ല. നിങ്ങളെ ഇഷ്ടത്തിന് തന്നെയാണ് ഒക്കെ ചെയ്യണത്, അല്ലാതെ ഞാനായിട്ട് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ഷെഹർബാൻ, നീ കഴിഞ്ഞൊന്നും മറക്കരുത്, ഒരിക്കൽ പോലും അത് നീ മറക്കണ്ട. ഞാൻ മറക്കണില്ല. നിങ്ങളെ വിചാരം എന്താ ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ കാണാത്താണെന്നോ? ഓ പിന്നെ എടി, എനിക്കറിയാം നിന്നെ. എന്തൊക്കെ തന്നെയാലും നിന്നെ വേലക്കാരിയായിട്ടല്ല ഇങ്ങോട്ട് എഴുന്നള്ളിപ്പിച്ചത്. ഇവിടെ നിന്നല്ല നീ നന്നായത്. എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല. നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഓക്കെ, അതല്ല എങ്കിൽ വിലങ്ങുതടിയായിട്ട് നിന്നാണ്ടല്ലോ എൻ്റെ സ്വഭാവം അറിയില്ല. സത്യം പറഞ്ഞാൽ ഫിറോസിനെ അവളെ മടുത്തു എന്ന് തന്നെ പറയാം. കാരണം ഇത്രയധികം തട്ടുതരം പറയുന്ന പെണ്ണുങ്ങളും ഉണ്ടാവും റബ്ബേ. എനിക്കറിയുന്നില്ല. ശരിക്കും അതാ ഫിറോസ് തൻ്റെ ജീവിതം തന്നെ മടുത്ത രീതിയിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഇതൊന്നും ഇവർ വീട്ടുകാർ അറിയുന്നില്ല. ഒരു പക്ഷേ ഉമ്മ തൻ്റെ മകൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവനെ സ്വീകരിക്കും. അതെ, പഴയതെല്ലാം മറന്ന് ആ ഉമ്മ സ്വീകരിക്കും. കാരണം മാതൃഹൃദയം അത് വല്ലാത്തൊരു വേദനയാണ്. എങ്കിലും ആ ഉമ്മ 5 നേരവും ദുആ ചെയ്യും. റബ്ബേ, എൻ്റെ കുട്ടിയെ നീ കാത്തുരക്ഷിക്ക്, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കുട്ടി ഉമ്മ എന്ന് വിളിച്ചു വരും എന്നുള്ള ആ ഒരു പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിക്കുമോ?
ഉമ്മ കണ്ണീരോടെ ദുആ ചെയ്താൽ, ഏതൊരു മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഉമ്മ ദുആ ചെയ്യുന്നുണ്ട്. റബ്ബേ, എല്ലാം എൻ്റെ കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലാതെ നല്ലൊരു ജീവിതം ജീവിക്കാൻ നീ അനുവാദം കൊടുക്കല്ല. ആ ഉമ്മ നിസ്കാരപ്പായിൽ ഇരുന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. ഫിറോസ് തിരിച്ചു വരുമോ ഇല്ലയോ, അതോ അവൻ വീണ്ടും കേടുവന്ന് ചീത്ത കൂട്ടുകെട്ടുകളിൽ കളിച്ച് നടക്കുമോ? ഉമ്മക്ക് നല്ല വേദനയുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മകൻ അങ്ങനെ ആയിത്തീർന്ന്. റബ്ബേ, നീ നല്ല ബുദ്ധി കൊടുക്ക്. എന്നാൽ ഈ സമയം അറബിയമ്മ അവളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. റബ്ബേ, എത്ര സുന്ദരമായൊരു പെൺകുട്ടി. ആ പെണ്ണിനെ ഈ തറവാട്ടിലേക്ക് അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. സത്യമായിട്ടും എനിക്ക് വല്ലാതെ കൊതി തോന്നുകയാണ്. അറബിയമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് പോയതിനു ശേഷം അറബിച്ചയ്ക്ക് ഒരു സുഖവും സമാധാനം ഉണ്ടായില്ല എന്നർത്ഥം. പ്രിയപ്പെട്ട ഹംദമോൾ, അവളെ രക്ഷിക്കണം. അവളുടെ എല്ലാ അസുഖങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ഷിഫയാക്കി തരട്ടെ. അറബിയമ്മയുടെ മനസ്സിൽ അത് മാത്രമായിരുന്നു ചിന്ത. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം എനിക്കറിയുന്നില്ല. ആ കുട്ടിക്ക് വിവാഹപ്രായമായൊരു പെൺകുട്ടിയാണ്. പക്ഷേ അവളെ ഈ രീതിയിൽ നോക്കിയതും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും അതൊക്കെ അജ്മലുമാണ്. സത്യം പറഞ്ഞാൽ എനിക്കാകെ ടെൻഷനാണ്. ഹേയ്, ഒന്നും ചിന്തിക്കണ്ട. പാവം അജ്മൽ, അവനാണല്ലോ എല്ലാത്തിനും കാരണക്കാരൻ. പടച്ച റബ്ബ് അജ്മലിന് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ആ പൊന്നുമോളെ കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിട്ടാണ് അറബിക്ക് തോന്നിയത്. തലാലിനോട് ഈ കാര്യം ഒന്ന് സംസാരിച്ച് നോക്കണം. അത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന രംഗം ഇൻഷാ അല്ലാ. പക്ഷെ തലാൽ അതിനെ സമ്മതിക്കുമോ? ഉമ്മയുടെ മനസ്സിൽ അങ്ങനെയൊക്കെയായിരുന്നു ചിന്ത. അറബിയമ്മയുടെ ആഗ്രഹം എന്തായിരിക്കും? എല്ലാവരും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമ്മൾക്ക് സ്റ്റോറിയൊക്കെ കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടിയിട്ട് പറയാട്ടോ. ടൈം അത് റെഡിയാകാത്തത് കൊണ്ട് തന്നെ ശരിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് വരാൻ കഴിയുന്നില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഹംദമോളുടെയും സിനാൻ്റെയും കഥകളൊക്കെ ആയിട്ട് നമുക്ക് വരാട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.